പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യപ്രകാരമാണ്. ഒരു വൃത്ത സിലിണ്ടറിൻ്റെ ഒരു വശത്തിൻ്റെ ആരം 5 സെൻറ്റിമീറ്ററും മറ്റൊരു വശത്തിൻ്റെ ആരം 3 സെൻറ്റിമീറ്ററും ആയാൽ അതിൻ്റെ വ്യാപ്തവും ഉപരിതല വിസ്തീർണവും എങ്ങനെ കാണാം? ഇതാണ് ചോദ്യം. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ രൂപമായിരിക്കാം. ഈ രൂപമായിരിക്കാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ ആരം 5 സെൻറ്റിമീറ്ററും മറുവശത്തെ ആരം 3 സെൻറ്റിമീറ്ററുമാണ്. ഇതായിരിക്കാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് ഒരു സിലിണ്ടർ അല്ല. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വശവും ഒരേ റേഡിയസ് ഉള്ളവയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടർ അല്ല. ഇതിന് പറയുന്ന പേര് ഫ്രസ്റ്റം ഓഫ് കോൺ എന്നാണ്. ഇതാണ് ഫ്രസ്റ്റം എന്നാണ് പറയുന്നത്. ഓഫ് കോൺ. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയാൻ കാരണം ഇതൊരു കോണിന് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇതിന് ഹൊറിസോണ്ടൽ അടിഭാഗത്തിന് സമാന്തരമായിട്ട് കട്ട് ചെയ്താൽ കിട്ടുന്ന ഭാഗമായതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു പിരമിഡ് നമുക്ക് തരികയാണെങ്കിൽ നമ്മളിതാ ഇതേപോലെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. ഈ താഴത്തേന് സമാന്തരമായിട്ട് നമ്മൾ ഇതൊന്ന് വെട്ടി എടുക്കുകയാണ് എങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രൂപമാണ് നമുക്ക് അന്നേരം അവിടെ കിട്ടുക. ഇതിന് പറയുന്ന പേര് ഫ്രസ്റ്റം ഓഫ് പിരമിഡ് എന്ന് പറയും. ഫ്രസ്റ്റം ഓഫ് പിരമിഡ് എന്ന് ഇതിനെ പറയും. ഇതിനെ നമ്മൾ ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നു. ഇതൊരു സിലിണ്ടർ അല്ല. മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിൻ്റെ വോളിയവും അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയയും ഒക്കെ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വ്യാപ്തവും ഉപരിതല വിസ്തീർണവും കാണാനാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വോളിയവും അതുപോലെ തന്നെ സർഫസ് ഏരിയയും ഒക്കെ കാണണമെങ്കിൽ ഒരു അളവ് കൂടി നമുക്ക് നിർബന്ധമാണ്. 2 അളവാണ് ആവശ്യം. ഒന്നാമത്തേത് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടണം. അത് എച്ച് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. നോക്കാം, ഒരേ അളവിലുള്ളത് ഇവിടെ 5ഉം ഇവിടെ 3ഉമായിട്ട് പല രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നോക്കാം, ഇവിടെ 3 സെൻറ്റിമീറ്റർ, കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ 5 സെൻറ്റിമീറ്റർ. ഈ രൂപത്തിലും നമുക്ക് ഒരു ഫ്രസ്റ്റം വരയ്ക്കാം അല്ലേ? ഇതും 5ആണ്. ഇതിൻ്റെ ഹൈറ്റ് ഒരുപോലെയാണോ? അല്ല, ഹൈറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈറ്റ് കിട്ടിയിരിക്കണം, ഹൈറ്റ് പറഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? 2 റേഡിയസുകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഫ്രസ്റ്റത്തിൻ്റെ അടിഭാഗം 5 സെൻറ്റിമീറ്റർ, മുകൾ ഭാഗം എത്രയാണ്? 3 സെൻറ്റിമീറ്ററുമാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല. ഹൈറ്റ് നമുക്കൊരു 6 സെൻറ്റിമീറ്റർ ആണ് എന്ന് കരുതുക. 6 സെൻറ്റിമീറ്റർ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. വോളിയം കാണാൻ ഒരു ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πh/3 × r² + r² + r × r. ഇതാണ് ഇതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഏതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എച്ച്, ക്യാപിറ്റൽ ആർ, ഇത് വലിയ റേഡിയസിനെ ക്യാപിറ്റൽ ആർ ആയിട്ടും ചെറിയ റേഡിയസിനെ നമുക്ക് സ്മോൾ ആർ ആയിട്ടും നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πh/3 × r² + r² + r × r, അതായത് ക്യാപിറ്റൽ ആർ × സ്മോൾ ആർ. ഇതാണ് ഇതിൻ്റെ വോളിയം കാണാനുള്ള
ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എച്ച് എത്രയായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഒരു 6 സെൻറ്റിമീറ്റർ ആണ് എന്ന് കരുതുക. 6, 12, 10 ഒക്കെ നമുക്കുടെ സൗകര്യം അനുസരിച്ച് ഏതാണ് നമുക്ക് സൗകര്യമനുസരിച്ചല്ല, ഏതാണ് നമുക്ക് എച്ച് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടെത്താം. അപ്പം നിർബന്ധമായിട്ട് നമുക്ക് എന്ത് തന്നിരിക്കണം? എച്ച് തന്നിരിക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ എച്ച് കണ്ടെത്തണം. 6 തന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടില്ല? എച്ച് കണ്ടെത്താൻ കഴിയില്ല. ഇനി നമുക്ക് എച്ച് കണ്ടെത്തണമെങ്കിൽ വേറൊരു അളവ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എച്ച് കണ്ടെത്താം. ഈ എല്ലാണ് തന്നിരിക്കുന്നത് എങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്ന് എച്ച് കണ്ടെത്താവുന്നതാണ്. നമുക്കിവിടെ എച്ച് തന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. എച്ച് ഈക്വൽസ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: πs/3 × r² + r² + r × r എന്നുള്ളതാണ്. ഈക്വൽസ് പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ഇൻറ്റു എച്ച്. ഇവിടെ എച്ച് എത്രയാണ്? ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 6 ആണ് അല്ലേ? /3 ഇൻറ്റു r². ക്യാപിറ്റൽ ആർ എത്രയാണ്? 5. 5² പ്ലസ് r. സ്മോൾ ആർ എത്രയാണ്? 3. 3² പ്ലസ് r × r. 5 × 3. ഇത് കണ്ടാൽ നമുക്കിതിൻ്റെ എന്ത് കിട്ടും? വോളിയം കിട്ടും. ഈ 3ഉം 6ഉം കൂടെ വെട്ടി അപ്പോൾ എന്താണ്? 3.14 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടിയത്? ഗുണിച്ചാൽ എത്ര കിട്ടുക? 6.28 ഇൻറ്റു അല്ലേ 5² എത്രയാണ്? 25 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് i3 15. 3 കൂട്ടുക. 25 15 40. 40 9 49 എന്ന് കിട്ടുന്നു. 6.28 ഇൻറ്റു 49. ഇത് ചെയ്താൽ നമുക്കിതിൻ്റെ വോളിയം കിട്ടുന്നതാണ്. ഇത് കാൽക്കുലേറ്റർ ചെയ്താൽ 307.72 cm³ എന്ന് കിട്ടുന്നു. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ. 307.72 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഒരു ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ വോളിയം കാണുക. ഇനി ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് എച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എൽ കണ്ടുപിടിക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എന്താണ് എൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റാണ്. ഈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചെരിഞ്ഞ ഉയരം. അതിനെയാണ് എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക, സ്ലാൻഡ് ഹൈറ്റ്. ഈ എച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൽ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതിയാവും. നമുക്ക് സർഫസ് ഏരിയ കാണണമെങ്കിൽ, കേർഡ് സർഫസ് ഏരിയയും അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയയും ഒക്കെ കാണണമെങ്കിൽ എൽ കണ്ടെത്തൽ നിർബന്ധമാണ്. എൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എൽ എന്ന് പറയുന്നത് ഇത് നോക്കാം. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ ഇതിന് എച്ചിന് പാരലായിട്ട് ഞാൻ അതേപോലെ ഒരു ലൈൻ ഇടുകയാണ്. അപ്പോൾ ഇതിന് മൊത്തം അളവ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാണ്? 3 അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എത്ര ഉണ്ടാവും? ഇത് മൊത്തം 5, അതിൽ ഇത് 3, ബാക്കി എത്ര ഉണ്ടാവും? 5 - 3 ഈക്വൽസ് എത്രയാണ്? 2 ഉണ്ടാവും അവിടെ അല്ലേ? അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എൽ കണ്ടെത്താൻ ഇതുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഈ എല്ലെന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ എച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവും എന്തായിരിക്കും? എച്ച് തന്നെയായിരിക്കും. ഈ 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എൽ കണ്ടുപിടിക്കാം. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൈതഗോറസ് തിയറം അനുസരിച്ച് √ഓഫ് എന്താണ്? ഇതിൻ്റെ കർണമാണ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെങ്കിൽ കർണമാണ്. കർണത്തിൻ്റെ അളവ് എങ്ങനെയാണ് പിടിക്കുക? √ഓഫ് പാദം സ്ക്വയർ. ഇവിടെ എത്രയാണ്? പാദം എത്രയാണ്? ഈ അളവ് എത്രയാണ്? 2 ആണ് അല്ലേ? 2² പ്ലസ് h² ആയിരിക്കും. h എത്രയാണ്? 6² √ഓഫ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 6ൻ്റെ സ്ക്വയർ 36 ഈക്വൽസ് √40 ഈക്വൽസ് 40ൻ്റെ റൂട്ട് നമുക്ക് കാൽക്കുലേറ്ററും ചെയ്ത് നോക്കാം. ഏകദേശം 6.325 6.325 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 6.325. ഹൈറ്റ് 6 സെൻറ്റിമീറ്ററും സ്ലാൻഡ് ഹൈറ്റ് 6.325 സെൻറ്റിമീറ്ററുമായിരിക്കും. ഇനി ഇതിൻ്റെ കേർഡ് സർഫസ് ഏരിയ, അതുപോലെ തന്നെ താഴത്തെ ഏരിയ, മുകളിലെ ഏരിയ, 3 സർഫസാണ് ഉള്ളത് അല്ലേ? ഒന്ന് അതിൻ്റെ കേർഡ് സർഫസ് അല്ലേ? കർവായിട്ടുള്ള സർഫസ് ഉണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ സർക്കിളിൻ്റെ ഏരിയ, അതുപോലെ തന്നെ മുകൾ ഭാഗത്തുള്ള സർക്കിളിൻ്റെ ഏരിയ,
ഇത് 3 കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എല്ല് കെട്ടി. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോന്നും കണ്ടെത്തുക? നമുക്ക് കേർഡ് സർഫസ് ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. കേർഡ് സർഫസ് ഏരിയ അതിൻ്റെ ഈ വക്ര തല വിസ്തീർണം എന്ന് പറയാം. കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ എൽ ഇൻറ്റു ആർ പ്ലസ് ആർ ആണ്. ഇതാണ് അതിൻ്റെ കേർഡ് സർഫസ് ഏരിയ. അതിൻ്റെ കൂടെ എന്ത്? ഇവിടുത്തെ പൈ ആർ സ്ക്വയറും ഇവിടുത്തെ പൈ ആർ സ്ക്വയറൂടെ കൂട്ടിയാൽ എന്തായി? ടോട്ടൽ സർഫസ് ഏരിയ ആയി. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് വരും? പൈ എൽ ഇൻറ്റു ആർ പ്ലസ് ആർ പ്ലസ് ഈ താഴ്ഭാഗത്തെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ കൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് മോൾ ഭാഗത്തെ ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ. ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതിലെല്ലാത്തിലും പൈ ഉണ്ട് അല്ലേ? അപ്പോൾ പൈ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ പൈ കഴിഞ്ഞാൽ ഇത് ബാക്കി എന്താണ്? ഇത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇവിടെ എന്താണ്ട്? എൽ ഇൻറ്റു ആർ പ്ലസ് ആർ പ്ലസ് പൈ കഴിഞ്ഞപ്പോൾ ആർ സ്ക്വയർ അല്ലേ? പൈ ഇവിടെ പുറത്ത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എന്താണ്? സ്മോൾ ആർ സ്ക്വയർ. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? ടോട്ടൽ സർഫസ് ഏരിയയും കിട്ടും. ഇനി ഇതിൽ ഓരോ അളവുകളും തന്നിരിക്കുന്ന അളവുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ഇൻറ്റു എൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 6.325 6.325 ഇൻറ്റു ആർ പ്ലസ് ആർ. ആർ എത്രയാണ്? 5 പ്ലസ് ഈ സ്മോൾ ആർ എത്രയാണ്? 3. 5 3 8 പ്ലസ് ആർ സ്ക്വയർ. ആർ എത്രയാണ്? 5. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് സ്മോൾ ആർ സ്ക്വയർ എത്രയാണ്? സ്മോൾ ആർ എത്രയാണ്? 3. 3ൻ്റെ സ്ക്വയർ 9. ഇത്രയും ചെയ്യാം, വേറൊന്നുമില്ല. 3.14 ഇൻറ്റു ഇനി 6.325 ഇൻറ്റു 8. അതൊന്ന് ഗുണിച്ച് നോക്കാം കാൽക്കുലേറ്ററിൽ. ഇത് ഗുണിച്ചാൽ 50.6 എന്ന് കിട്ടും. 50.6 ബ്രാക്കറ്റ് ഇടാം പ്ലസ് 25 പ്ലസ് 9 എത്രയാണ്? 34. 50.6 പ്ലസ് 34 അല്ലേ? 3.14 ഇൻറ്റു 50.6 ഇൻറ്റു പ്ലസ് 34. 50 34 84.6 84.6 എന്ന് കിട്ടുന്നു. 3.14 ഇൻറ്റു 84.6. ഇത് നമുക്ക് ഗുണിച്ച് നോക്കാം. 265.644 എന്ന് കിട്ടുന്നു. അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. ഈ രൂപത്തിലാണ് ഒരു ഫ്രസ്റ്റത്തിൻ്റെ വോളിയവും അതുപോലെ തന്നെ സർഫസ് ഏരിയയും കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.